സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ സൈനികനും രാജ്യത്തോടും താൻ ജോലി ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിനോടും വലിയ രീതിയിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ആ, നീങ്ങിപ്പോയ ഒരു സൈനികനെ പുറത്താക്കിയിരിക്കുകയാണല്ലോ. അതെ, സൈനികർക്ക് അവരുടെ ആദ്യത്തെ കൂറ് രാജ്യത്തോടാണ്, അതിൽ സംശയമില്ല. നമ്മുടെ സൈനികരെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ അഭിമാനവും അതാണ്. നമ്മുടെ സൈനികരാകട്ടെ അർദ്ധ സൈനികരാകട്ടെ സ്തുത്യർഹമായ സേവനം, മികച്ച സേവനമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ ഈ ഹണി ട്രാപ്പിലും മറ്റും കുടുങ്ങി ചില അപവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒഴിച്ചാൽ സേനയിലെ 99.9% ആൾക്കാരും ഏറ്റവും മികച്ച, ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള, ഏറ്റവും രാജ്യത്തോട് കൂറുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിന് നമ്മുടെ രാജ്യം അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈനികർക്ക് മറ്റാർക്കും കിട്ടാത്ത ബഹുമാനം നമ്മുടെ രാജ്യത്ത് കിട്ടുന്നുണ്ട്. അതൊരു സത്യമാണ്. ആബാലവൃദ്ധം ജനങ്ങളും സൈനികരോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും കാണിക്കാറുണ്ട്. നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ കാശ്മീരിൽ 41-ാം ബറ്റാലിയൻ CRPFൻ്റെ 41-ാം ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കോൺസ്റ്റബിൾ മുനീർ അഹമ്മദിനെയാണ് സർക്കാർ പിരിച്ചുവിട്ടത്. അതിന് അദ്ദേഹം വളരെ ഗുരുതരമായൊരു കുറ്റം ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഈ മുനീർ അഹമ്മദ് വിവാഹിതനായി, 2024 മെയ് മാസത്തിലാണ് വിവാഹിതനായത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പാകിസ്ഥാൻകാരിയാണ്, പാക് പൗരത്വമുള്ള ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന്, പാക് അധീന കാശ്മീരിൽ നിന്ന് വന്ന സ്ത്രീയാണ്. മിനാൽ ഖാൻ എന്നാണ് അവരുടെ പേര്. ഇവർ വിവാഹം ചെയ്ത വിവരം ഈ മുനീർ അഹമ്മദ് മറച്ചു വെച്ചു. ഇദ്ദേഹം വിവാഹത്തിന് അനുമതി തേടിയിരുന്നു. അത് ഈ CRPFൻ്റെ വക്താവായിട്ടുള്ള DIG M ദിനകരൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മുനീർ അഹമ്മദ് സർവീസ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചിരിക്കുകയാണ്. കാരണം ഈ സ്ത്രീയെ വിവാഹം ചെയ്യാനായിട്ട് അനുമതി ചോദിച്ചു. അപ്പോൾ അനുമതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ വളരെ രഹസ്യമായിട്ട് വിവാഹം കഴിച്ച് പിന്നെ അവരങ്ങനെ ഇന്ത്യയിലെത്തി. വിസിറ്റിംഗ് വിസയിൽ ഇന്ത്യയിൽ വന്നു. ഇവരിവിടെ ഒരുമിച്ച് കഴിയുകയായിരുന്നു. ഇവരുടെ വിസ തീർന്നു. ആ വിസ കാലാവധി ഈ കഴിഞ്ഞ മാർച്ച് 22-ന് അവസാനിച്ചു. അത് നീട്ടിക്കിട്ടണമെന്ന് ഇവർ അപേക്ഷ കൊടുത്തിരുന്നു. ഇതും ഒക്കെ ഇയാൾ ഉത്തരവാദപ്പെട്ട മേലധികാരികളെ അറിയിക്കാതെ മറച്ചു വെക്കുകയായിരുന്നു മുനീർ അഹമ്മദ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഈ കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ എന്താണ് ആ സൈനികന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലേ? വലിയ രീതിയിൽ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സൈനികരെ ലക്ഷ്യമിട്ട് വലിയ രീതിയിൽ ഹണി ട്രാപ്പ് നടക്കുന്നുണ്ട്. അത്തരം സൈനികരിൽ നിന്നും ചെറിയ ഒരു മൈന്യൂട്ടായ വിവരം പോലും ചോർത്താനുള്ള വലിയ ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അത്രയും ജാഗ്രത പുലർത്തുന്ന ഒരു സമയത്ത്, ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ സൈനികൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്? ഇദ്ദേഹം പൂർണ്ണമായിട്ടും നമ്മൾ സൈനികനാണെന്ന് പറയാൻ പറ്റില്ല. അർദ്ധ സൈനിക വിഭാഗത്തിലാണ്. അവർ നമ്മുടെ പോലീസിനെ പോലെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവർക്കെല്ലാം ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. ഇവർക്ക് ചട്ടങ്ങളും എങ്ങനെയാണ്, സർവീസ് ചട്ടങ്ങളുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപഴകണം, ഡ്യൂട്ടി സമയത്ത് എന്തായിരിക്കണം എന്ന് മാത്രമല്ല, യൂണിഫോം ധരിക്കുന്നതിന് പോലും അവർക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ വീഴ്ച വരുത്തിയാൽ കൃത്യമായിട്ടും അതിനുള്ള ശിക്ഷ, പണിഷ്മെൻറ്റ് ഈ സർവീസ് തലത്തിൽ തന്നെ അത് കിട്ടും. സർവീസ് ബുക്കിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അതൊക്കെ അവരുടെ ഇൻക്രിമെൻറ്റിനെയും മറ്റും ബാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം ഒരു പക്ഷേ ഈ വിവാഹം ചെയ്യാനുള്ള ഒരു ആവേശത്തിൽ അദ്ദേഹം ചെയ്തു പോയതാകാം. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും CRPFൽ നിന്ന് ലഭിക്കുന്നില്ല. അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ അതിർത്തിയിൽ നമുക്കറിയാം, പഞ്ചാബിലാകട്ടെ കാശ്മീരിലാകട്ടെ, ഈ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി പങ്കിടുന്ന ആ സ്ഥലത്തൊക്കെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും പല ആവശ്യങ്ങൾക്കും. ഇപ്പോൾ അപ്പുറത്തുള്ള പാകിസ്ഥാനികൾക്ക് നല്ല ചികിത്സ കിട്ടണമെങ്കിൽ, നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ, പല കാര്യങ്ങൾക്കും ഈ അതിർത്തി ഗ്രാമങ്ങളിൽ, ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ട്. നമുക്കറിയാം ബംഗ്ലാദേശിലും മറ്റുമൊക്കെ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടതല്ലേ. ഒരു പനി വന്നാൽ പോലും ചികിത്സിക്കണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരേണ്ടുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധികൾ പോലെയുള്ള അവ പടരുന്ന കാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് കൂട്ടത്തോടെ ആൾക്കാർ ഇന്ത്യയിലേക്ക്, ഈ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചികിത്സയ്ക്ക്
വരാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. മാനുഷിക പരിഗണന കൊടുത്ത് നമ്മുടെ രാജ്യം അത് നിഷേധിക്കാറില്ല. കാരണം രോഗവുമായിട്ട് വരുന്ന ഒരാളിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി വിടുക, അതിന് ഈ നമ്മുടെ അതിർത്തി പ്രദേശത്ത് ധാരാളം ക്ലിനിക്കുകളുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ ധാരാളം ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ഇവരത് അത്ര വലിയ ഗൗരവത്തിലെടുത്ത് കാണില്ല. മാത്രമല്ല കഴിഞ്ഞ 4 വർഷമായിട്ട് കാശ്മീരിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നുണ്ട്. ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ ചിലത് നടക്കുന്നുണ്ടെങ്കിലും സൈന്യം അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അടിച്ചമർത്തി ജനങ്ങളെ സുരക്ഷിതരാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ നടപടിയിലേക്ക് പോകും എന്ന് ഇയാൾ ധരിച്ചു കാണില്ല. അയാൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്നാണല്ലോ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതും ഈ ഇന്ത്യയിൽ താമസിക്കുന്ന പാക് പൗരന്മാരോടെല്ലാം മടങ്ങിപ്പോകാൻ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മിനാൽ ഖാനും ഇവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവരുടെ വിസ കാലാവധി 22-ന് കഴിഞ്ഞുവെന്നും ഇവർ ഈ മുനീർ അഹമ്മദിനെ വിവാഹം ചെയ്തുവെന്നും അത് വിവാഹം ചെയ്തിട്ട് വർഷത്തിൽ കൂടുതലായെന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ ഇത്രയും ഗൗരവത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷേ എന്തായാലും കൃത്യമായ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് നടപടിയെടുക്കാതിരിക്കാൻ സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ടാണ് മുനീറിനെ കൃത്യമായിട്ടും ഈ സേനയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് യൂണിഫോം അഴിച്ചു വാങ്ങി പുറത്താക്കി. അതിന് ബെൽറ്റ് അറസ്റ്റ് എന്നൊക്കെ പറയും. ബെൽറ്റ് ഊരി വാങ്ങുക, ക്യാപ്പ് ഊരി വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള നടപടികളുണ്ട് സൈന്യത്തിൽ. അത് ഈ കോർട്ട് മാർഷലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അത് പോലീസിലും ഒക്കെ ഉണ്ട് അത്. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ ഈ യൂണിഫോം അഴിച്ചു വാങ്ങി സേനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. എന്തായാലും അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒരു പലായനം നടക്കുകയാണ് അല്ലേ? പാകിസ്ഥാൻ പൗരന്മാർ വലിയ തോതിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവർ മടങ്ങിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തിയിൽ ചിലരെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അതിർത്തി അടച്ചു. പക്ഷെ പിന്നീട് വീണ്ടും തുറന്നു എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും അല്ല, അതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. സ്വന്തം പൗരന്മാരെ പോലും സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നമ്മൾ അവരുടെ ദൃശ്യങ്ങൾ അതിർത്തി പ്രദേശത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് ഇത് തുറക്കുക. അങ്ങനെ ആ രാജ്യം സ്വന്തം പൗരന്മാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രാജ്യമാണല്ലേ ഈ ഭീകരവാദ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഈ കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ വെടികൊണ്ട് മരിച്ച പാക് പട്ടാളക്കാരെ, അത് ഞങ്ങളുടെ പാക് റേഞ്ചേഴ്സിലെ സേനാംഗങ്ങളെ ഞങ്ങളുടെ പട്ടാളക്കാരല്ല, ഇതൊക്കെ മുജാഹിദീനുകളാണ് എന്ന് പറഞ്ഞ്, എന്ന് വെച്ചാൽ ഈ കാശ്മീർ വിമോചന പോരാളികളാണ്, മതപോരാളികളാണ്. മുജാഹിദീൻ എന്നുള്ള വാക്കിന് അങ്ങനെയാണ് അർത്ഥം പറഞ്ഞ് കേട്ടിട്ടുള്ളത്. മതപോരാളികളാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. അവസാനം അതിൽ പലരുടെയും ഭൗതിക ശരീരം നമ്മൾ ആചാരപ്രകാരം നമ്മൾ തന്നെ ഈ അതിർത്തിയിൽ അടക്കം ചെയ്ത സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത് മേജർ രവിയെ പോലെയുള്ള ആൾക്കാർ പലപ്പോഴും അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, പല ചാനൽ ചർച്ചകളിലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ആരോട് ഒരു കൂറുമില്ല, ഒരു പ്രതിബദ്ധതയുമില്ല. ഈ പറയുന്നത് പോലെ മതത്തിൻ്റെ പേരിൽ ഈ ഇന്ത്യയോട് ഈ വലിയ സഹായങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ ഇല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. ആ സത്യം പോലും നിഷേധിച്ചുകൊണ്ട്, അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ എപ്പോഴും ഈ നിഴൽ യുദ്ധം നടത്താനാണ് പാകിസ്ഥാൻ ഇന്നു വരെ ശ്രമിച്ചിട്ടുള്ളത്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും മുനീർ അഹമ്മദിന് സംഭവിച്ചത് ഒരു വലിയ വീഴ്ചയാണ്. അക്കാര്യം സൈന്യം കൃത്യമായിട്ട് കണ്ടെത്തി, കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അതിന്മേൽ നടപടിയെടുത്തിരിക്കുന്നു. എന്തായാലും ഈ മിനാൽ ഖാനും മുനീർ അഹമ്മദും ചെയ്തത് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല. അവർക്കതിന് നിയമപരമായ വഴികൾ തേടാമായിരുന്നു. ഇങ്ങനൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ എനിക്ക് അനുമതി നൽകണമെന്ന് ഈ മുനീർ അഹമ്മദ് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്തോ അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പേ ഇയാൾ കയറി വിവാഹം കഴിച്ചു. അതാണ് ചെയ്ത തെറ്റ്. അത് സൈന്യം കണ്ടെത്തി കൃത്യമായ നടപടിയെടുത്തു.